രാഹുലെ നിഗമനങ്ങളും വിലയിരുത്തലുകളും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തലുകൾ നടക്കുന്നു, നിഗമനങ്ങൾ നടക്കുന്നു. തങ്ങൾ 100 സീറ്റിൽ ജയിക്കുമെന്ന് ഒരു പക്ഷം പറയുമ്പോൾ 100 സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്നും 140 സീറ്റും ഞങ്ങൾക്ക് സ്വന്തമാണെന്നും പറഞ്ഞുകൊണ്ട് ചിലർ വരുന്നു. ചിലർ 5 ഇടങ്ങളിൽ വിജയം ഉറപ്പിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ പറയുന്ന നിഗമനങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ. പാർട്ടി വിട്ട് ജി സുധാകരൻ പുറത്തേക്ക് വരുന്നു. അദ്ദേഹം UDF സപ്പോർട്ടോടു കൂടി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആലപ്പുഴയിൽ ഒന്നാകെ ജി സുധാകരൻ എഫക്റ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതായത് CPM-ന്റെ അടിത്തറ മൊത്തത്തിൽ ഇളകിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം CPM-ന്റെ അനാലിസിസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം CPM-നെ പോലെ സംഘടനാ സംവിധാനം കേരളത്തിലുള്ളൊരു പാർട്ടി വേറെയില്ല. ഇപ്പോൾ കണക്കുകൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും CPM കൊടുക്കുന്ന കണക്കുകൾ അത്രത്തോളം പ്രസക്തമായിട്ടുള്ള കണക്കുകളായിരിക്കും. എനിക്ക് പലപ്പോഴും, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് പണ്ടൊക്കെ മുട്ടയിലിരുന്ന് എഴുതി കൊടുക്കുക എന്ന് പറയും. അതായത് ഇപ്പോൾ മേലിൽ നിന്ന് വിളിച്ചു ചോദിക്കും, ഇവിടെ നിങ്ങൾക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും, ഏകദേശ കണക്ക്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വന്നല്ലോ, നമ്മളെല്ലാവരും വന്ന്, ശരി എന്നാ ഒരു 150 വോട്ടിന്റെ ഭൂരിപക്ഷം എൻ്റെ ബൂത്തിൽ നിന്നുണ്ടാകും. അങ്ങനെ ബൂത്ത് കണക്ക് എഴുതി കൊടുക്കുന്നു, മണ്ഡലം കമ്മിറ്റി കൊടുക്കുന്നു. മണ്ഡലം കമ്മിറ്റി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് മണ്ഡലം കമ്മിറ്റി നോക്കും, കുഴപ്പമില്ല, എല്ലാം കൂടെ എഴുതി കൊടുക്കും. അത്രയും പോലും സംഘടനാ സംവിധാനം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഏറ്റവും മുകളിലിരിക്കുന്ന നേതാവ് അവിടെ ഇരുന്ന ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, ഇന്ന വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ഇത്ര വോട്ട് ഇങ്ങനെയൊക്കെ വരാം, ഏകദേശ ധാരണ വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കണം. പക്ഷെ CPM-നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും കൊടുക്കാൻ പോകുന്ന വോട്ട് ആർക്കായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനം CPM-നുണ്ട്. അത് മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയില്ലെങ്കിലും അവരുടെ കണക്കുകൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും, തെറ്റാറില്ല. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലം മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ആലപ്പുഴ ജില്ല മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ LDF-നോടൊപ്പം നിന്നൊരു ജില്ലയായിരുന്നു ആലപ്പുഴ എന്ന് വേണമെങ്കിൽ പറയാം. 9 സീറ്റുകൾ, 1 സീറ്റോ മാത്രമാണ് UDF-ന് കിട്ടിയത്. അത് ഹരിപ്പാടാണ്. രമേശ് ചെന്നിത്തല വർഷങ്ങളായിട്ട് വിജയിച്ചു കൊടുക്കുന്ന മണ്ഡലമാണ്. ബാക്കി എല്ലാ മണ്ഡലവും LDF-നോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും കൂടുതൽ അടിയായത് ജി സുധാകരൻ പാർട്ടി വിട്ട് UDF സ്വതന്ത്രനായി UDF-നോടൊപ്പം മത്സരിക്കുന്നത് വലിയൊരു അടിയായി, വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. ആലപ്പുഴ ജില്ലയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ CPM-ന്റെ കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6318 വോട്ടുകൾക്ക് അവിടെ സലാം പിന്നിലാണ്. അവിടെ പിന്നെയും LDF-ന് വിജയസാധ്യത എന്ന് പറയുന്നത്, അതായത് LDF-ന്റെ കണക്ക് വെച്ച് LDF അവിടെ തോൽക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. LDF-ന്റെ കണക്കുകൾ വെച്ച് ആലപ്പുഴ ജില്ല കൈവിട്ടു പോയി. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ 6318 വോട്ടുകൾക്ക് സലാം പിന്നിൽ. ഇതാണ് LDF-ന്റെ കണക്ക് കൂട്ടാൻ. പക്ഷെ LDF-നെ സംബന്ധിച്ച് അവർക്ക് വിജയം പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്ന ചില ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്ന്, സലാം ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് സലാമിന് പോയേക്കാം എന്നുള്ളൊരു അടിത്തറ. അതേപോലെ തന്നെ SDPI വോട്ടുകൾ, ചില ഭാഗങ്ങളൊക്കെ SDPI വലിയ ശക്തരാണ്. അപ്പോൾ SDPI വോട്ടുകൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടത്തിൽ കൂട്ടുന്നതല്ല. ആ വോട്ടുകൾ അമ്പലപ്പുഴയിലേക്ക് ഒഴുകി വരാം, സലാമിന് അനുകൂലമായിട്ട് വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഇത് മറിച്ചു വെച്ചുകൊണ്ട് വലിയൊരു രീതിയിലേക്ക് സലാമിന് പോകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ LDF അവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത്, ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാവമുണ്ട്, ഒരു വ്യക്തി പ്രഭാവം. അതായത് പാർട്ടിയല്ല, ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അമ്പലപ്പുഴയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അദ്ദേഹത്തോടൊരു ഒരേ സമയം ആരാധനയും അതേസമയം തന്നെ ഒരു സഹതാപവും കൂടിച്ചേർന്നിട്ടുള്ള ഒരു വികാരമാണ് അമ്പലപ്പുഴ നിവാസികൾക്ക് ജി സുധാകരൻ സാറിനോടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ കാര്യങ്ങൾ അറിയാം. സ്വന്തമായി അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി കുടുംബത്തുണ്ട്. ആ ഒരു രക്തസാക്ഷിയുടെ കുടുംബം എന്നുള്ള ഒരു സപ്പോർട്ട്, അത് പാർട്ടിക്ക് മേലെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾക്ക് ഒരു വികാരമാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ നോക്കിക്കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ആലപ്പുഴ ജില്ലയിലല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളും LDF-ന്റെ വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് LDF-ന്റെ കണക്കാണ്. 6318 വോട്ടുകൾ പിന്നിൽ എന്ന് പറയുന്നത് LDF-ന്റെ കണക്കുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന്റെ പല വോട്ടുകളും, LDF അവരുടെ വീടാണ്, അവരുടെ സ്വന്തം കുടുംബമാണ് എന്ന് കരുതി വെക്കുന്ന പല വോട്ടുകളും
LDFന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയും വോട്ടുകൾ ജി സുധാകരന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനോടൊപ്പം പോയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ LDFന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 6318 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയിലേക്ക് പോകും. 10,000 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജി സുധാകരൻ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളും സംഭവിക്കുന്നത്. ന്യൂനപക്ഷ വോട്ട് ഏകീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയം അത് UDFന് എങ്ങനെ അനുകൂലമായിട്ട് വരും. നമ്മൾ ബാക്കി മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അരൂര് നഷ്ടപ്പെടുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അത് പ്രധാനമായിട്ടും നമുക്കറിയാം, അരൂര് ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് വീണിട്ടുണ്ട് എന്നുള്ള പഠനം LDFന് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ അരൂര് UDF വിജയിക്കുമെന്നാണ്, LDFന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അതേപോലെ തന്നെ ചേർത്തല സ്വാഭാവികമായിട്ടും LDF മണ്ഡലമായതുകൊണ്ട് തന്നെ LDFനോടൊപ്പം നിൽക്കുമെന്നാണ് അവിടുത്തെ, ഇപ്പോൾ നമുക്കറിയാം P പ്രസാദാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFനോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് LDF പറയുന്നത്. LDFന്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട്, ഞാൻ ഈ പറയുന്നത് LDFന്റെ കണക്കുകൂട്ടലാണ്, മാധ്യമങ്ങളുടെ അല്ല. ആലപ്പുഴ മണ്ഡലത്തിൽ AD തോമസ് ആണ് മത്സരിക്കുന്നത് UDFന് വേണ്ടിയിട്ട്. AD തോമസ് കഴിഞ്ഞ കാലം LDFന്റെ മണ്ഡലമായിരുന്നു ആലപ്പുഴ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നിട്ടുള്ളത്. ആലപ്പുഴ മണ്ഡലം എടുത്തു വെച്ചു കഴിഞ്ഞാൽ AD തോമസും PP ചിത്തരഞ്ജനും തമ്മിലാണ് വലിയ രീതിയിലുള്ള മത്സരം നടന്നത്. അവിടെ 1600 വോട്ട് മാത്രമാണ് CPMന് മുന്നിൽ. അതായത് PP ചിത്തരഞ്ജൻ 1600 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് LDFന്റെ കണക്കൂട്ടിൽ ഉള്ളത്. അതായത് 9 മണ്ഡലങ്ങൾ ഉള്ളതിൽ 9 മണ്ഡലങ്ങളില്ല ആലപ്പുഴയിൽ. ആ 9 മണ്ഡലങ്ങൾ ഉള്ളതിൽ 9 നഷ്ടപ്പെടും എന്നോ അല്ല. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചേർത്തല LDFനോടൊപ്പം നിൽക്കും, അതേപോലെ തന്നെ ചെങ്ങന്നൂര് LDFനോടൊപ്പം നിൽക്കും. പക്ഷെ അപ്പോഴും രാഹുലെ ഈ പറയുന്ന ഒരു എഫക്റ്റ് നിൽക്കുകയാണ്. ഇത് ഈ പറയുന്ന അമ്പലപ്പുഴ എഫക്റ്റ് മാത്രമല്ല, അത് കണ്ണൂരും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. അതെ, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1600 വോട്ടിന് PP ചിത്തരഞ്ജൻ മുന്നിലാണ് എന്ന് LDF ആണ് പറയുന്നത്. LDFന്റെ വോട്ടുകൾ എങ്ങോട്ട് കേവലമാണ്, മാറി അറിയാവുന്ന ഒരു കണക്കാണ്. 1300 എങ്ങോട്ട് വേണം? 1600 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1600 ഭൂരിപക്ഷമാണ് LDF പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് UDFന് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മാറി മറിഞ്ഞ് വിജയിക്കാനുള്ള സാഹചര്യങ്ങളാണ്. BJPയുടെ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് LDFന്റെ വോട്ടാണ് പോകുന്നത്. അതെ, അപ്പോഴും ഈ കണക്കുകൾ മാറും. അവര് BJP ഇപ്പോഴും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അതേപോലെ തന്നെ LDFൽ കാലാകാലങ്ങളായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മാറ്റി കുത്തിയിട്ടുള്ള വോട്ടുകൾ, ഇതൊന്നും CPMന് അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വോട്ടുകളല്ല. പല വോട്ടുകളും രഹസ്യ വോട്ടുകളാണ്. CPMന്റെ തന്നെ രഹസ്യ വോട്ടുകൾ അങ്ങനെ അടിയൊഴുക്ക് വഴി പോകുമ്പോൾ ഈ അടിയൊഴുക്ക് കണ്ടെത്താൻ CPMന് കഴിഞ്ഞിട്ടില്ല. CPM ഇപ്പോഴും ഞങ്ങൾ വലിയ കോൺഫിഡൻസിലാണ്, ഞങ്ങൾ വിജയിക്കും. അപ്പൊ അമ്പലപ്പുഴ തന്നെ CPM പണിയെടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് CPM പണിയെടുത്തിട്ടുണ്ട്. അല്ല, അമ്പലപ്പുഴയുടെ തോൽവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPMന് ഒരു നാണക്കേടാണ്. കാരണം അവിടെ ജി സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടി അപ്രസക്തമായി പോകുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് സാക്ഷിയാകാൻ പോകുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് CPM പണിയെടുത്തത് അമ്പലപ്പുഴയിലാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ UDFന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ LDFന്റെ പ്രവർത്തകർ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. വീടിൻ്റെ അകത്ത് കയറിയിരുന്ന് അവരോട് അരമണിക്കൂർ സംസാരിച്ച് കയ്യിൽ സത്യം ചെയ്യിപ്പിച്ച് ആ അവസാനത്തെ വോട്ടും ഉറപ്പിച്ചതിന് ശേഷം ഇറങ്ങുന്ന LDFന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സ്ട്രാറ്റജി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും അവിടെ അമ്പലപ്പുഴയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആലപ്പുഴ മണ്ഡലം 1600 വോട്ടുകൾക്ക് മാത്രം ചിത്തരഞ്ജൻ മുന്നിലാണ്. കുട്ടനാട് മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ, കുട്ടനാടെ സംബന്ധിച്ച് LDFന് ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടിയ ഒരു മണ്ഡലമാണ്. കാലാകാലങ്ങളായിട്ട് NCPക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. തോമസ് ചാണ്ടിയിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ തോമസ് ആണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ കണക്ക് അനുസരിച്ച് 1500 വോട്ടിന് പിന്നിലാണ് അവിടെ കുട്ടനാട് മണ്ഡലത്തിൽ. തോമസ് 1500 വോട്ടിന് പിന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മണ്ഡലവും നഷ്ടപ്പെട്ടു എന്നാണ് LDFന്റെ കണക്ക് കൂട്ടാൻ. അതേപോലെ തന്നെ ഹരിപ്പാട് 4995 വോട്ടുകൾക്ക് നമ്മുടെ രമേശ് ചെന്നിത്തല മുന്നിലാണ്. അതവരെ സംബന്ധിച്ചു 4999 വോട്ടാണെങ്കിലും മുന്നിലാണ് രമേശ് ചെന്നിത്തല കൊണ്ടുപോകുന്നതാണ്. ചെങ്ങന്നൂർ നമുക്കറിയാം സജി ചെറിയാനാണ്, LDFന്റെ ഒരു കുറച്ച കോട്ടയാണ്. പക്ഷെ അവിടെ 18,000 വോട്ടുകൾക്ക് സജി ചെറിയാൻ വിജയിക്കുമെന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ പറയുന്നത് പോലെ ഈ BJP പിടിക്കുന്ന വോട്ടുകൾ എങ്ങനെ പോകുന്നു, ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ പോകുന്നു,
അതേപോലെ തന്നെ ഈ ജി സുധാകരൻ്റെ എഫക്റ്റ് എങ്ങനെ പോകുന്നു, ഈ അടിയൊഴുക്കിലെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു, ഇത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വോട്ടിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഈ ഫാക്ടറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അവിടെയും വലിയൊരു പോരാട്ടം നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് നടന്നത് കായംകുളമാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയൊരു മത്സരമായിരുന്നു കായംകുളത്തെ മത്സരം. അപ്പോൾ എം ലിജു തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അതേപോലെ തന്നെ യു പ്രതിഭയ്ക്കെതിരെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഉന്നയിച്ച ഒരു പരാമർശത്തിൽ യു പ്രതിഭ സങ്കടപ്പെട്ട് കരയുന്നതും LDFന്റെ സൈബർ വിങ്ങുകൾ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പാണ്, എല്ലാം നമ്മൾ കണ്ടു. പക്ഷേ അവിടെയും വലിയൊരു മത്സരമാണ് നടന്നിട്ടുള്ളത്. അവിടെ 6000 വോട്ടുകൾക്ക് യു പ്രതിഭ മുന്നിലാണ് എന്ന് പറയുമ്പോഴും 6000 വോട്ടുകൾ മാത്രമാണ് CPM വെക്കുന്നത്. അത് തന്നെ വലിയൊരു മത്സരം അവിടെ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ പിന്നീട് മാവേലിക്കര ആണെങ്കിൽ പോലും അവിടെ LDF കൊണ്ടുപോകും, LDFന് തന്നെയാണ് എന്നാണ് LDFന്റെ ഒരു കണക്ക് പറയുന്നത്. പക്ഷേ മുഴുവൻ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ LDFന്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ജി സുധാകരൻ എഫക്റ്റ് ആലപ്പുഴ മണ്ഡലത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 9 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് UDFന് കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം LDF തന്നെ പറയുന്നത് 1, 2, 3 സീറ്റുകൾ ഉറപ്പിച്ച് പറയുന്നു UDFന് കൊണ്ടുപോകും. ഈ 3 അല്ല 4 സീറ്റുകൾ UDFന് കൃത്യമായിട്ട് കിട്ടുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് LDF പോയിട്ടുണ്ടെങ്കിൽ 4 സീറ്റുകൾ ഒരു തവണ പിടിച്ചെടുത്ത് 4 സീറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒഴുക്ക്, ഈ അടിയൊഴുക്ക് CPM കാണാതെ പോയി ഈ അടിയൊഴുക്ക് CPMന് എതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4 എന്നുള്ളത് 8ലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPMന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും ആലപ്പുഴ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കോട്ട ചെരിഞ്ഞ് വെള്ളത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറ്റ് കൊണ്ടൊന്നും പിടിച്ചു നിൽപ്പുണ്ടാവില്ല. പിന്നെ കല്ലൊരു തരിമതി എന്നൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം, പ്രാബല്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എങ്ങനെ നടന്നു, ഇത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കാണുന്നത് BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും, ആർക്കാണ് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്, ജി സുധാകരൻ്റെ എഫക്റ്റ് എങ്ങനെ ബാധിച്ചു, അടിയൊഴുക്കുകൾ. അതായത് CPMന് തന്നെ പല നേതാക്കന്മാർക്കും ഇനിയും 5 കൊല്ലം കൂടി ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പാർട്ടി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു തോന്നലുള്ള ചില CPMന്റെ തന്നെ കൃത്യമായിട്ടുള്ള നേതാക്കന്മാർ തിരിച്ചു വോട്ട് കുത്തിയിട്ടുണ്ട്. നേതാക്കന്മാർ തിരിച്ചു വോട്ട് കുത്തുമ്പോൾ അണികളും കുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയൊരു അടിയാണ് CPMന് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ 7-8 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ്. ഈ LDFന്റെ കണക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ഒരു മൊത്തത്തിലുള്ള വിലയിരുത്തൽ നോക്കുമ്പോൾ 4 സീറ്റ് എന്നുള്ളത് 7-8 സീറ്റിലേക്ക് UDF കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്.